കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നികേഷിന്റെ മരവിച്ചുള്ള ആ ഇരിപ്പ് കണ്ട് നിധി സുധീഷിന്റെ അടുത്തേക്ക് ചെന്ന് സുഭാഷ് ഏട്ടൻ ഇനിയും തിരിച്ചു വന്നില്ലെങ്കിൽ നികേഷിന് അത് താങ്ങാനാവാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആർക്കും പറ്റില്ല നിധി, ഒരുവിധം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, എങ്ങോട്ട് പോയി അന്വേഷിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് സുധീഷ് പറയുമ്പോൾ അച്ഛനും അങ്ങോട്ട് വന്ന് എട സുധീഷെ, ആ ഹിന്ദിക്കാരി പെണ്ണില്ലേ, അവളുടെ വീട് വരെ ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ അവളുമായിട്ടാണ് പോയതെങ്കിലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ആർക്കെപ്പോൾ എന്താ തോന്നുന്നതൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഒന്ന് പോയി നോക്ക് എന്ന് അച്ഛൻ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയെന്ന് കത്തെഴുതി വെച്ചിട്ടല്ലേ പോയത്, മനസ്സ് തകർന്ന് ഇറങ്ങിപ്പോയ ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് നിധി പറയുന്നുണ്ട്. നിന്റെ ചേട്ടൻ എന്ത് കാരണം കൊണ്ട് ഇറങ്ങിപ്പോയാലും പാതിരാത്രി ഇറങ്ങിപ്പോയേക്കുന്നേ, അവന് തങ്ങാനൊരിടം വേണ്ടേ, അല്ലാതെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് തീവണ്ടി കയറി ലക്ഷ്യമില്ലാതെ പോകുന്നവനല്ല സുഭാഷ്. പിന്നെ ആ പെണ്ണിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, അവനോട് ചിരിച്ച് സംസാരിക്കാറുണ്ട്, അവനും തിരിച്ച് അങ്ങനെ തന്നെയാ. അതാ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയേ, ആ വഴിക്കും ഒന്ന് അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ ദേ സുഭാഷ് ഏട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയരുത് എന്ന് സുധീഷ് പറയുമ്പോൾ എടാ, ഒരു കാര്യത്തെ എല്ലാ ആംഗിളിൽ നിന്ന് നോക്കി കാണണം, ആർക്കെപ്പോൾ എന്താ തോന്നാമെന്നും പറയാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ എല്ലാവരെയും വിട്ടെറിഞ്ഞ് സുഭാഷ് ഏട്ടൻ പെട്ടെന്നൊരു ദിവസം ഒരു പെൺകുട്ടിയെ വിളിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ തൽക്കാലം അച്ഛനൊന്നും മിണ്ടാതെ ഇരിക്കേ, ഞങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ എന്ന് നിധി പറയുമ്പോഴേക്കും ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറഞ്ഞ വഴിയൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ എന്ന് അച്ഛനും പറയുന്നുണ്ട്. സുധീഷിന് രാവിലെ അവിനാശിനെ കണ്ട കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇനി സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് പോയി കാണോ, രാവിലെ സുഭാഷ് ഏട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അവന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല എന്നോർത്ത സുധീഷ് പെട്ടെന്ന് അവിടുന്ന് ചാടി എഴുന്നേറ്റ് തൻ്റെ സ്കൂട്ടി എടുത്ത് അവിനാശിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവനെന്താ പെട്ടെന്ന് ബോധോദയം വന്നോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടാതെ പോവാണ്. അവിനാശിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാത്ത സുധീഷും വഴിയാത്രക്കാരോടൊക്കെ അവിനാശിൻ്റെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ആ വീട്ടിലേക്കുള്ള വഴി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും അവിനാശ് വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്നവൻ ചോദിക്കുമ്പോഴേക്കും അവിനാശ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ചാന്ദിനിയോട് സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ട്. വീട്ടിലുള്ളവരെ കുറിച്ച് ഓർത്ത് എനിക്കൊരു സമാധാനവുമില്ല എന്ന സുഭാഷ് ഏട്ടൻ്റെ സംസാരം കേട്ട് സുധീഷ് പെട്ടെന്ന് അകത്തേക്ക് ഓടുന്നുണ്ട്. അവനകത്തെത്തുമ്പോഴേക്കും ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുഭാഷ് ഏട്ടനെ കാണുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ തോന്നില്ല, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ചാന്ദിനി വീണ്ടും ഒരു ചപ്പാത്തി എടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെ ഓർമ്മ വരുന്നു. ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതല്ലാതെ അവർ വേറൊന്നും കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ എന്ത് ചെയ്യാനോ ആവോ, മിക്കവാറും എന്നെ തേടി നടക്കുമായിരിക്കും. സാരമില്ല, പോകെ ഞാനില്ലാതെ ജീവിക്കാനും അവർ പഠിച്ചോളും. ഇനി എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒരു ശാപമായി ഞാൻ വേണ്ട എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് ദേഷ്യത്തോടെ സുധീഷും പുറകിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അവൻ്റെ ശബ്ദം കേട്ട് സുഭാഷും പെട്ടെന്ന് അവിടുന്ന് എഴുന്നേക്കാണ്. എന്താ ചെയ്യുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? രാവിലെ മുതൽ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക, നിങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കായിരുന്നല്ലേ, ഇനി ഒരു സ്ഥലവും ഞങ്ങൾ അന്വേഷിക്കാൻ ബാക്കിയില്ല. അച്ഛൻ്റെ അമ്മേൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ വളർത്തിയതല്ലേ നിങ്ങൾ, എന്നിട്ട് ആരോ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവാണോ വേണ്ടത്? എടാ, അങ്ങനെ പറയല്ലേ മോനെ, നിങ്ങളുടെയൊക്കെ നന്മയെ കരുതിയാൽ ഞാൻ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഇനി അങ്ങനെ ഒരു വാക്കും വേണ്ടി പോകരുത് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് സുധീഷും പറയുന്നുണ്ട്. അവൻ അവിനാശിനെ നോക്കിക്കൊണ്ട് രാവിലെ നിങ്ങളെ ഞാൻ കണ്ടതല്ലേ, സുഭാഷ് ഏട്ടനുണ്ടോ കണ്ടോന്ന് ചോദിച്ചതുമല്ലേ, ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയണ്ടെന്ന് പറഞ്ഞു എന്ന് അവിനാശും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അതുപോലെ അനുസരിക്കാണോ വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടാ, നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നിറഞ്ഞ കണ്ണുകളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. സുധീഷ് എങ്ങോട്ടാണ് പോയതെന്നറിയാതെ ആകെ ടെൻഷനോടെ മുമ്മർത്ത് നിൽക്കായിരുന്ന നിധി പെട്ടെന്ന് സുഭാഷ് ഏട്ടനെ കൊണ്ട് സുധീഷ് അങ്ങോട്ട് വരുന്നത് കാണുന്നുണ്ട്. എടാ നികേഷ്, ഇതേ സുഭാഷ് ഏട്ടൻ എന്ന് നിധി പറയുമ്പോഴേക്കും എല്ലാവരും മുറ്റത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്തിനാ സുഭാഷ് ഏട്ടാ ഞങ്ങളെ വിട്ടു പോയേ എന്നും പറഞ്ഞ് നികേഷ് സുഭാഷിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കാരിയാണ്. എന്തൊക്കെയാ സുഭാഷ് ഏട്ടാ ഈ കാണിച്ച്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിധി പറയുമ്പോഴേക്കും ഒരു ജോത്സ്യം പറഞ്ഞതാണോ സുഭാഷ് ഏട്ടന് വലുത് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എടാ ഹരീഷ്, മിണ്ടാതിരിക്കേ എന്ന് സുധീഷും പറയാണ്. അപ്പോഴേക്കും അച്ഛനും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛ, ആ ജോത്സ്യം പറഞ്ഞതുകൊണ്ട് എന്ന് സുഭാഷ് പറഞ്ഞു തീരും മുമ്പേ അച്ഛൻ അവൻ്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എന്താടാ, ഒരു ജോത്സ്യം പറയുന്നതാണോ വലിയ കാര്യം? എൻ്റെ 2 ഭാര്യമാരെയും ഞാൻ കൊന്നതെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ? കാരണം കൊന്നത് ഞാനില്ലാന്ന് എനിക്കറിയാം. ആ പേരും പറഞ്ഞ് എന്നെ എത്ര നാൾ പരിഹസിച്ചു, ഇപ്പോഴും എല്ലാവരും എന്നെ കളിയാക്കാറും പരിഹസിക്കാറും ഒക്കെ ഉണ്ട്, എന്നിട്ട് ഞാൻ എല്ലാവരുടെയും മുന്നിലൂടെ നടക്കുന്നില്ലേ? എന്തിന് നാട്ടുകാർ, നിൻ്റെ അനിയന്മാർ തന്നെ എന്നോട് എങ്ങനെ പെരുമാറുന്നതെന്ന് നിനക്കറിയില്ലേ? ഒരച്ഛനോട് പെരുമാറുന്ന പോലാണോ എന്നോട് പെരുമാറുന്നേ? എന്നിട്ട് അയ്യോ നാട്ടുകാരെന്നെ കുറ്റം പറയുന്നേ, എൻ്റെ മക്കളെന്നെ കുറ്റം പറയുന്നേ എന്നും പറഞ്ഞ് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? എടാ, പറയുന്നവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും തെറ്റ് നമ്മുടെ ഭാഗത്തല്ലെന്ന്.
നമുക്ക് ഉറപ്പുണ്ടായാൽ മാത്രം മതി. മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾ തെറ്റുകാരനല്ലെന്ന ഉറപ്പ് മാത്രം മതിയടാ കോപ്പെ. ഏതവൻ എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പറ്റണം. ഒരു ജോത്സ്യൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് അവൻ വീട് വിട്ടു പോയിരിക്കുന്നു. വീട് വിട്ടു പോവേണ്ട പ്രായമാണോടാ നിനക്ക്? അത് അച്ഛാ ഞാൻ എന്നൊക്കെ സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നീ ഇനി എന്നോട് ഒരക്ഷരം പോലും മിണ്ടരുത്. വീട് വിട്ടു പോകാൻ കണ്ട ഒരു പ്രായം എന്ന് പറഞ്ഞ് അച്ഛനും മറത്തേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷും സുഭാഷേട്ടനെ നോക്കിക്കൊണ്ട് ആ ഒരടി ചേട്ടന് കിട്ടേണ്ടത് തന്നെയാ. ഞങ്ങൾ ചേട്ടനേക്കാൾ ഇളയതായിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയേനെ എന്ന് പറയുമ്പോൾ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അല്ല ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ സുഭാഷേട്ടനെ തിരഞ്ഞ് നടന്നുകൊണ്ടിരുന്നേ. സുഭാഷേട്ടൻ സുഖമായിട്ട് വിശ്രമിക്കായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ എവിടെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ അവിനാഷ് ഭായില്ലേ, അവൻ്റെ വീട്ടിൽ അവൻ്റെ അനിയത്തി ചാന്ദിനി ചപ്പാത്തി ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോഴേക്കും എടാ ആ കുട്ടി ഉണ്ടാക്കി തട്ടിൽ വെച്ച് തന്നു, ഞാൻ കഴിച്ചൊന്നുമില്ല, അത് മാറ്റി വയ്ക്കുമ്പോഴല്ലേ നീ വന്നത് എന്ന് സുഭാഷ് പറയുമ്പോൾ ഓഹോ അപ്പം ഞാൻ വന്നതായി കുഴപ്പം. ഞാൻ എത്താൻ ഒരു അരമണിക്കൂർ വൈകിയിരുന്നെങ്കിൽ ഒരു 4 ചപ്പാത്തിയെങ്കിലും സുഭാഷ് ഏട്ടൻ തട്ടുമായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ എടാ ആ കുട്ടി ഉണ്ടാക്കി തന്നു, പക്ഷേ ഞാൻ കഴിച്ചില്ല. ഇവിടെ ആരുണ്ടാക്കും എന്തുണ്ടാക്കും എന്നൊക്കെ ആലോചിച്ച് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ഓഹോ അത് ശരി, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ സുഭാഷ് ഏട്ടനെ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവിടാം. ആ കുട്ടി ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ സുഖമായിട്ട് കഴിച്ച് നാളെ രാവിലെ സമാധാനമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് സുധീഷ് പറയുമ്പോൾ ഒന്ന് പോടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ശരിക്കും അവിനാശിൻ്റെ വീട്ടിലായിരുന്നോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ കള്ളം പറയുമോ എന്ന് സുധീഷും പറയുന്നുണ്ട്. രാവിലെ ഞാൻ അവിടെ പോയതായിരുന്നല്ലോ, അപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു എന്ന് ഹരീഷ് പറയുമ്പോൾ എടാ 2 പേരും കൂടി പ്ലാൻ ചെയ്തതാടാ ഇതൊക്കെ. അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതേ ഇവിടുത്തെ കാരണവരാ. സുഭാഷ് ഏട്ടൻ ചാന്ദിനിയുമായി എങ്ങോട്ടോ പോയിട്ടുണ്ടാവും എന്നാ പറഞ്ഞേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷും അവനെ തല്ലാൻ ഓങ്ങുന്നുണ്ട്. അല്ല അത് ചെയ്യില്ലാന്ന് ഞാനും പറഞ്ഞു, പക്ഷെ അപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. രാവിലെ അവിനാശിനെ കണ്ട് സുഭാഷ് ഏട്ടനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാവു മാറ്റവും ഇല്ല. ആ സംശയത്തിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ മക്കളെ എന്ന് സുധീഷ് പറയുമ്പോൾ ഡാഡാ മതി അപ്പോൾ ടെൻഷന് ഞാൻ അങ്ങോട്ട് ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായില്ല. പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല. സോറിയുടെ മോനെ എന്ന് പറഞ്ഞ് സുധീഷിനെയും നികേഷിനെയും ചേർത്ത് പിടിക്കുന്നുണ്ട് സുഭാഷ്. മതി സങ്കടം മാറിയപ്പോൾ നല്ല വിശപ്പ്, വാ എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞ് നിധിയും അവരെ വിളിക്കുന്നുണ്ട്. ഞാൻ എടുത്തു തരാം എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ ഒന്നും എടുത്തു തരണ്ട, ഇന്നിനി ഒരു പണിയും ചെയ്യേണ്ട, ചെയ്തെടുത്തോളം മതി വാ എന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ ബാഗും എടുത്ത് സുധീഷും നിധിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹരീഷും സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും നികേഷിനെയും ഹരീഷിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സുഭാഷും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും സുധീഷും നിധിയും ഭക്ഷണം വിളമ്പി സുഭാഷിൻ്റെ കൈ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. കഴിക്കേ എന്നവർ പറയുമ്പോൾ നിങ്ങളും കഴിക്കേ എന്ന് സുഭാഷും പറയാണ്. അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വരികയാണ്. അച്ഛൻ ഇരിക്കും ഞാൻ വിളമ്പാം എന്ന് നീതി പറയുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട നിങ്ങൾ കഴിക്കേ എന്ന് പറഞ്ഞ് അച്ഛൻ സോഫയിൽ ചെന്നിരിക്കുന്നുണ്ട്. വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ശുഭൻ എന്നച്ഛൻ മനസ്സിൽ പറയുമ്പോഴേക്കും സുഭാഷും നിധിയെ നോക്കിക്കൊണ്ട് സോറി മോളെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഷമിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഹരീഷും പിന്നെ എന്ത് കരുതി പോയാൽ പോട്ടെ എന്ന് വിചാരിക്കും എന്ന് കരുതിയോ എന്ന് പറഞ്ഞ് അച്ഛൻ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇയാളിലെ അച്ഛൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ, സുഭാഷ് ഏട്ടനില്ലാതെ ഈ വീടില്ല, അതിനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഈ പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം, ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇനി സുഭാഷ് ഏട്ടനോട് മിണ്ടില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. ആ ജോത്സ്യം പറഞ്ഞതിലുള്ള പേടിയായിരുന്നല്ലേ സുഭാഷ് ഏട്ടനെ. എൻ്റെ സുഭാഷ് ഏട്ടാ അയാളുടെ അയപ്പാണെന്നും പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണെന്നും നാളെ ഞാൻ തെളിയിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ എന്ന് സുധീഷ് പറയുമ്പോൾ എങ്ങനെയെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എന്നാലും ഇതൊക്കെ വിശ്വസിച്ചല്ലോ, ഇത്രയും കാലവും നാട്ടുകാർ നമ്മളെക്കുറിച്ച് ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞേ, എന്നിട്ട് ഒരു ജോത്സ്യം വന്ന് പറഞ്ഞപ്പോൾ അതും കേട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. അയാൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ കാര്യമാക്കില്ലായിരുന്നു, ഇതിപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നറിഞ്ഞപ്പോൾ അതാ ഞാൻ പോയേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടനില്ലെങ്കിലാണ് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടൻ കഴിക്കേ എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷും അച്ഛനെ നോക്കിക്കൊണ്ട് വാ അച്ഛാ ഇവിടെ ഇരിക്കേ കഴിക്കാം എന്ന് പറയുമ്പോൾ നീ കഴിക്കേ ഞാൻ കാണട്ടെ എന്ന് അച്ഛൻ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. സുഭാഷും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അച്ഛനും വിഷമത്തോടെ തൻ്റെ മുഖം തിരിക്കുന്നുണ്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാണ്. ഹരീഷ് സുഭാഷിനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് സുധീഷിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സുധീഷ് എഴുന്നേറ്റ് നീ കിടന്നോ എന്ന് പറയുമ്പോൾ ഹരീഷ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും അങ്ങോട്ട് വന്ന് അവരെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാം പോയി കിടന്നോ എന്നവൻ കൈകൊണ്ട് അങ്ങേ കാണിക്കുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് നിധിയും അകത്തേക്ക് കയറി പോവാണ്. ഉറങ്ങാതെ സുഭാഷ് ഏട്ടനെ നോക്കിയിരിക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി